ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പേര് സ്കോച്ച് എഗ്സ് എന്നാണ്. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ ചിക്കൻ വേണം, അതുപോലെ പൊടി പൊടിയായിട്ടരിഞ്ഞ സവോള, ചെറുതായിട്ടരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ വേണ്ടത് മല്ലിയിലയാണ്. മല്ലിയിലയും അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ നമുക്ക് ഗരം മസാല, കുരുമുളക് പൊടി, മുട്ട പുഴുങ്ങിയത്, മൈദ, ബ്രെഡ് ക്രംസും മുട്ടയും. അപ്പോൾ നമുക്ക് ആദ്യം ചൂടായ എണ്ണയിലേക്ക് കൊത്തി അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ സവോള ഇടുക. എന്നിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. വഴണ്ട് വരുന്ന ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച പച്ചമുളകും അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേന് നമുക്കതിലേക്ക് കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാല കുറേശ്ശെ ഇട്ടാൽ മതി, ഒരു 1/2 ടീസ്പൂൺ വീതം ഇട്ടാൽ മതിയാവും. അതും നന്നായിട്ടിട്ട് വഴറ്റിയെടുക്കാം. കോഴിയിറച്ചി നമ്മൾ നന്നായിട്ട് മിക്സിയിൽ കുരുമുളകും ഉപ്പും ഇട്ട് നന്നായിട്ട് വേവിച്ച് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുക. എന്നിട്ട് അത് നമ്മളിപ്പോൾ ഈ വഴറ്റി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ട് ആ മിക്സ് രണ്ടും എല്ലാം കൂടെ ഒന്നിച്ച് നല്ല രീതിയിൽ ജോയിൻ്റ് ആകുന്നവരെ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് വേവിച്ചെടുക്കുക. അടുത്തായിട്ട് നമുക്ക് മല്ലിയില ചേർക്കാം. മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം അത് വാങ്ങി തണുത്തതിന് ശേഷം നമ്മൾ ഒരു പുഴുങ്ങിയ മുട്ട മൈദാമാവിൽ മുക്കിയെടുത്ത് അതിലൊരു കോട്ടിങ് പോലെ ആക്കിയതിന് ശേഷം തണുത്ത ഇറച്ചി മിക്സ് ഈ മുട്ടയിൽ പൊതിഞ്ഞ് ഒരു കോട്ടിങ് പോലെ ആക്കിയെടുക്കുക. നന്നായിട്ട് അതിൽ പൊതിഞ്ഞെടുക്കുക. പയ്യെ പ്രസ് ചെയ്തെടുക്കുക, കാരണം അത് പൊടിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളത് സൂക്ഷിച്ച് നല്ല രീതിയിൽ പൊതിഞ്ഞ് എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് മുട്ടയിൽ അടിച്ച് വെച്ചിരിക്കുന്ന മുട്ടയിൽ മുക്കിയെടുക്കാം. അപ്പം നമ്മൾ ചെറിയൊരു പാത്രമാണ്, ഞാനിപ്പം ജസ്റ്റ് അത് മുങ്ങാൻ പാടായതുകൊണ്ട് അതിങ്ങനെ കോരി എടുത്ത് ഒഴിച്ച് അതിൽ മുഴുവൻ ഒന്ന് പറ്റിയതിന് ശേഷം നമ്മൾ ഈ ബ്രെഡ് ക്രംസിൽ അത് പൊതിഞ്ഞെടുത്ത് നന്നായിട്ട് പൊതിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് ഇച്ചിരി വലിപ്പം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് വേണം, അല്ലെങ്കിൽ അത് നമ്മൾ പൊടിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ എടുത്ത് നമ്മൾ റെഡിയാക്കി എടുത്ത് വെക്കുക. ഇനി നല്ല തിളച്ച എണ്ണയിലേക്ക് ഓരോന്നിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ സൈഡും മുരിഞ്ഞ രീതിയിൽ പയ്യെ മറിച്ചിട്ട് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാൻ. നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. ഈ ഒരു രീതിയിലാകുമ്പോഴത്തേനും മറിച്ചിട്ട് നമ്മൾ എടുക്കുകയാണ്. അപ്പം ഈ ഒരു കളർ നമുക്ക് റെഡിയാക്കി ഇട്ട് അപ്പം ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് നമ്മളതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചറും എന്നും. അപ്പം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും അതിനകം ഇരിക്കുക. അപ്പോൾ ചൂടോടെ തന്നെ നമുക്ക് വിളമ്പാം, അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കൊരു വെറൈറ്റി ആയിട്ട് സാധനം കൊടുക്കാവുന്ന ഒരു ഐറ്റമാണ്. സോസ് കൂട്ടി കഴിക്കാം, നല്ലൊരു സാധനമാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കുക.